കാണുന്ന കിനാവുകളെല്ലാം സഫലമാകണമെന്നില്ല. പക്ഷേ ചിലതെങ്കിലും കാണാൻ നാം തയ്യാറായാൽ, അതിന് പിന്നാലെ നടക്കാൻ നാം തയ്യാറായാൽ നമ്മുടേതായ നാളുകൾ അത്ര അകലെയല്ല. നേടാനും ജയിക്കാനും നമുക്ക് സാധിക്കും. നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. ജയിക്കാനുള്ള ബലം. ആ രാജ്യം വളരെ ചെറുതായിരുന്നു, സൈന്യവും കുറവാണ്. അതിനാൽ അയൽരാജ്യങ്ങൾ അവരെ എപ്പോഴും ആക്രമിക്കും. എങ്കിലും നല്ലവനായ രാജാവിനോടുള്ള താല്പര്യം കൊണ്ട് സൈനികർ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കും. ഒരിക്കൽ തങ്ങളെക്കാൾ 3 ഇരട്ടി സൈന്യബലമുള്ള രാജ്യം അവരെ ആക്രമിക്കാനെത്തി. ഇതിൽ ജയിക്കലെന്ന് ഉറപ്പായതുകൊണ്ട് യുദ്ധം ചെയ്ത് സ്വന്തം നിരയിൽ ആൾനാശമുണ്ടാക്കാൻ സൈന്യാധിപന് മടിയായിരുന്നു. കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. രാജഗുരു പ്രശ്നത്തിലിടപെട്ടു. അദ്ദേഹം പറഞ്ഞു, സേനാനായകനെ ജയിലിലടയ്ക്കൂ, ഞാൻ യുദ്ധം നയിക്കാം. നിവൃത്തിയില്ലാതെ രാജാവ് സമ്മതിച്ചു. സൈന്യവുമായി നീങ്ങിയ ഗുരു ഒരു ഗുഹാ കവാടത്തിലെത്തിയപ്പോൾ പറഞ്ഞു, ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു വെളിച്ചം കണ്ടാൽ നമ്മൾ തീർച്ചയായും വിജയിക്കും. ഇത് അത്ഭുത ഗുഹയാണ്. വൈകുന്നേരമായപ്പോഴേക്കും ഗുഹയ്ക്കുള്ളിൽ വെളിച്ചം കണ്ടു. സൈന്യം വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് നീങ്ങി. 2 ആഴ്ചക്കിടെ യുദ്ധം അവർ വിജയിച്ചു. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഗുഹയിലെ അത്ഭുത വിളക്കിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, ആ വിളക്ക് എപ്പോഴും അവിടെ ഉണ്ട്. പകലാരും ശ്രദ്ധിക്കാറില്ല, രാത്രിയാകുമ്പോൾ കാണാനാകും എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, തുടങ്ങുന്നതിന് മുമ്പേ തോറ്റു എന്ന് തീരുമാനിച്ചാൽ പിന്നെ തുടങ്ങാനാകില്ല. തുടങ്ങുന്നതിനിടെ തോറ്റു എന്ന് തീരുമാനിച്ചാൽ പിന്നെ തുടരാനുമാകില്ല. തോൽക്കുന്നതിന് മുമ്പ് എന്തിനാണ് തോൽവി സമ്മതിക്കുന്നത്? പരാജയപ്പെട്ട് പിന്മാറുന്നവരേക്കാൾ പരാജയപ്പെടുമോ എന്ന ഭയത്താൽ ഒഴിഞ്ഞു മാറുന്നവരാണ് കൂടുതൽ. എല്ലാത്തിലും ജയിക്കുന്നവരും എല്ലാത്തിലും തോൽക്കുന്നവരുമായി ആരുമില്ല. തിരിച്ചറിയുക, ജയിക്കുമെന്ന് കരുതുന്ന പലരും തോൽക്കുകയും തോൽക്കുമെന്നുറപ്പിച്ച പലരും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിലയിരുത്തലുകളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല പോർക്കളങ്ങൾ രൂപപ്പെടുന്നത്. ഒളിച്ചോടാൻ തീരുമാനമെടുക്കുന്നവർ വിശ്വസിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളെയും വിരുദ്ധ ഘടകങ്ങളെയുമാണ്. പിടിച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നവർ വിശ്വസിക്കുന്നത് ഉൾബലത്തെയാണ്. ഭയന്നാൽ തോറ്റു, നിർഭയനായാൽ ജയിച്ചു എന്ന അർത്ഥവുമില്ല. പക്ഷേ അന്തസ്സുള്ള ഒരു പോരാട്ടം നടക്കും. അവസാന ശ്രമവും നടത്തിയതിനു ശേഷമേ കീഴടങ്ങൂ. ജയിക്കാനുള്ള ബലം ഉള്ളിലുണ്ടാകട്ടെ. നേരുന്നു ശുഭദിനം. സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ്. താങ്ക് യു സോ മച്ച്.